ഗെയിമിംഗ് എൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിലെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മൈൻക്രാഫ്റ്റിൽ ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങിയാണ്. അപ്പം അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇത്. അപ്പം നമ്മൾ നമ്മുടെ ചാനൽ ഇതുവരെ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുണ്ടെങ്കിലും ലെറ്റ്സ് പ്ലേ സീരീസ് ഇതുവരെ നമ്മൾ ഇട്ടിട്ടില്ല. നമ്മൾ സർവറിന് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ ലെറ്റ്സ് പ്ലേയും കാര്യം കളിക്കുന്നത്. അപ്പം ഇതൊക്കെ പോകുന്നത് തമ്പുരാൻ്റെ. അപ്പം നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു പ്ലെയിൻ സീ ജനിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും ഇനി ഫസ്റ്റ് തന്നെ ഒരു വുഡ് കേട്ടോ ഇവിടെ എന്താ പറയുക ആടൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ വുഡ് വെട്ടി നമുക്ക് ആദ്യത്തെ ബേസിക് ടൂൾസും കാര്യങ്ങളും എടുക്കാൻ നോക്കാം. ഓക്കെ, നമ്മളത് വെട്ടിയിട്ടുണ്ട്. വുഡ് വെട്ടി എന്താ പറയുക റെസിപ്പീസൊക്കെ അൺലോക്ക് ആവുന്നുണ്ട്. ഞാൻ ഈ ഒരു ഇതിൽ കോർഡിനേറ്റും വെക്കുന്നുണ്ട്. അതുപോലെ ഓക്കെ വുഡും കാര്യം നമുക്ക് വെട്ടിയെടുക്കാം. അങ്ങനെ വുഡ് വെട്ടി പ്ലാങ്ക് ആക്കി ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ഒരു ആക്സ് അതേപോലെ പിക്കാക്സ് ഉണ്ടാക്കാം. പിന്നെ അത് ഉണ്ടാക്കി നമുക്ക് ഷീപ്പിനെ പോയി ചെയ്യാം. ഷീപ്പിനും കാര്യം കൊന്നാലേ വൂൾ എടുക്കാം. ഷീപ്പ് ഇവിടെ തന്നെ ഉണ്ടായില്ലോ. എവിടെ പോയി ശരി, അത് അതിനിടക്ക് പോയാ കുഴപ്പമില്ല. നമുക്ക് പക്ഷെ പെട്ടെന്ന് നമുക്കൊരു ബെഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ രാത്രി പെട്ടെന്ന് കിടക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും തൽക്കാലം ഇവരൊക്കെ ഒന്ന് നമുക്ക് ഫുഡും കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് ഓക്കെ ഷീപ്പിനെ കാണുന്നുണ്ട്. നീ ഇവിടെ എൻ്റെ അങ്ങനെ അവനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഷീപ്പിനെ പോയി ഫസ്റ്റ് കൊല്ലാം. എൻ്റെ മോനെ ഇവനെ ഫസ്റ്റ് കൊന്നുണ്ട്. അയ്യോ അവന് ചത്തില്ലേ? അപ്പൊ അവന് ഒരു പൂളായി തന്നിട്ടുള്ളൂ. നമുക്കെന്തായാലും ഇനി വേറെ ഏതെങ്കിലും ഒരു പൂളവൻ തന്നിട്ടുള്ളൂ. നമുക്ക് വേറെ ഷീപ്പുണ്ടോ ഇവിടെ? വേറെ ആരും കാണും. നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റോൺ കാണുന്നുണ്ട്. അതെന്തായാലും മൈൻഡ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റോൺ ടൂൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ബബിൾ സ്റ്റോൺ കാര്യം മൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ കോളും കാര്യമുണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യമായി. പിന്നെ കത്തിക്കാൻ വേറെ ഫ്യൂവൽ എടുക്കണ്ട. ഈ ഒരു സീരീസിൽ എന്താ പറയാ ഒരു മെഗാ ബേസും കാര്യം ഉണ്ടാകുന്നുണ്ട്. അടിപൊളി സീൻ ബേസ് ആയിരിക്കും. അതിന് അതായത് നമ്മളൊരു വീടുണ്ടാക്കും. പക്ഷെ അതിന്റെ പുറത്ത് ഒന്നും എന്താ പറയാ ഒരു ഫാമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പുറത്തായിരിക്കില്ല. എല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ ആ ഒരു വീടിന്റെ അടിഭാഗത്ത് ഒരു അണ്ടർഗ്രൗണ്ട് ആണ് ഒരു ബേസ് ഉണ്ട്. അവിടെ ആയിരിക്കും നമ്മളെ ഫുൾ എന്താ പറയാ ഫുൾ ഫാമും കാര്യം ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു പ്ലാനിങ് ആയാലും നമുക്കുണ്ട്. അപ്പൊ അതെന്തായാലും എന്തായാലും അതേ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ ഡ്രാഗനെ കൊല്ലണം. എന്താ പറയാ ഡ്രാഗനെ കൊല്ലാനേക്കാളും മുന്നേ കുറച്ച് ഫാമൊക്കെ ഉണ്ടാക്കണം. അങ്ങനെയാണ് ഡ്രാഗനെ കൊല്ലാന് നമ്മൾ ഫസ്റ്റ് തന്നെ ബേസിക് ടൂൾസ് വെച്ചിട്ട് നമ്മൾ പിന്നെ കുറച്ച് അയണൊക്കെ സെറ്റായി ഡയമണ്ട് ആർമർ ആയിട്ട് ഡ്രാഗനെ കൊല്ലും. എന്നിട്ടാണ് എന്താ പറയാ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡ്രാഗനെ കൊന്നു കഴിഞ്ഞിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യുള്ളൂ. അതായത് കുറെ ഫാമൊക്കെ ചെയ്യുള്ളൂ. ഫസ്റ്റ് ഡ്രാഗനെ കൊല്ലും, അതായത് ഡയമണ്ട് ആർമർ വെച്ച് ഡ്രാഗനെ കൊല്ലും. എന്നിട്ട് നമ്മള് ഡ്രാഗനെ കൊന്നതിന് ശേഷം നമ്മൾ അടിപൊളി മെഗാ ബേസും കാര്യം പണിയാൻ തുടങ്ങും. അതിന് മുന്നേ ഒരു ചെറിയൊരു ട്രേഡിംഗ് ഹാള് സെറ്റപ്പ് ചെയ്യും നമ്മള്. കാരണം നമുക്ക് അതിന് മുന്നേ കുറച്ച് ബുക്ക് ആവശ്യമുണ്ട്. അതായത് മെൻഡിങ് അൺബ്രേക്കിങ് ഒക്കെ ആവശ്യമുണ്ട്. അത് നമുക്ക് പതുക്കെ സെറ്റാക്കിയാൽ മതി. അതിന് മുന്നേ ഫോർച്യൂൺ ആവശ്യമുണ്ട്. അപ്പൊ ഫോർച്യൂൺ ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. അതിന് വേണ്ടി നമുക്ക് ഒരു വില്ലേജും കാര്യമൊക്കെ കണ്ടുപിടിക്കാം. അതൊക്കെ കുറെ പണിയുണ്ട്. വില്ലേജ് കിട്ടിയില്ലെങ്കിൽ ഒരു സോംബി വില്ലേജറിനെ പിടിച്ച് അവനെ എന്താ ക്യൂർ ചെയ്യണം. അങ്ങനെ കുറെ പരിപാടി ഉണ്ട്. ഈ കോളാണെങ്കിൽ പൊടിച്ചിട്ടും തീരും. അതെ ഇപ്പം മതിയാവും. നമ്മളത് എടുത്തിട്ട് ഇപ്പൊ കിട്ടിയതും കൊണ്ട് പോവാം. ഓക്കെ, നമുക്ക് 25 കോളം കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും എന്റെ പിക്കാക്സ് തൊട്ടാറായി. നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ കൂടെ ആക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പൊ തൽക്കാലം സ്റ്റോൺ സോഡ് ഒരു ആക്സും
ഒരു പിക്കാക്സ് ഇടാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു കയ്യിലുള്ള ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആയിട്ട് വെക്കാം. അതിന് മുന്നേ 28 ടോർച്ച് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. എന്തായാലും അതുണ്ടാക്കാം. 28 ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം. നമുക്ക് ഒടിക്കട്ടെ, ഇത് ഒടിക്കട്ടെ. ഓക്കെ, ഇനി നമ്മളുള്ള ഫുഡ് കുറച്ചുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓണാക്സ് എടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ബാക്കി പണി ചെയ്യാം. ബാക്കി നമുക്കൊരു വില്ലേജ് തപ്പണം. അതിന് മുന്നേ ബെഡ് ഉണ്ടാക്കണം. അതിന് മുന്നേ ഇവരൊക്കെ നമുക്ക് കൊന്ന് ലെതർ ഉണ്ട്. നമുക്ക് ലെതർ കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ കൊല്ലാം. ഓക്കെ, അവനെ കൊന്നു. ഇവിടെ ഇനി ഇവ മാത്രമേ ഉള്ളൂ. അത് ഇവനെ കൊല്ലാൻ. ഇവനെ കൊല്ലാം. ഓക്കെ, വേറെ ഇവൻ 2 കോള് തന്നു. കുറച്ച് ലാഗും കാര്യങ്ങളുണ്ട്. ഓക്കെ എന്നിട്ടാ പാവാ മണിക്കുട്ടി. മണിക്കുട്ടിനെ നമുക്ക് നമുക്ക് കൊല്ലണ്ട, പാവം കോഴി. അപ്പൊ അങ്ങനെ അവരെ കൊന്നപ്പോ നമുക്ക് എന്തായാലും പോർച്ചൊക്കെ 12 എണ്ണം, റോ മട്ടൻ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഐലൻഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ? ഇത് മാത്രമുള്ള നമ്മ പെടും. പിന്നെ എവിടെ പോവാൻ? വലിയ ഐലൻഡ് ആണ്. പക്ഷെ ഇതൊരു ഇങ്ങനത്തെ തന്നെ ഒരു വലിയ ഐലൻഡ് ആണെങ്കിൽ നമ്മള് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മളെ വീട് വെക്കും. എന്നിട്ട് വല്ല പോർട്ടൽ വെച്ച് നെതറിൽ പോയിട്ട് അവിടുന്ന് ദൂരെ പോയിട്ട് നമ്മളെന്താ പറയാ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. ബാക്കി വില്ലേജറിനൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരും. അങ്ങനെയാണ് ഒരു പ്ലാന്. പക്ഷെ ഇവിടെ ഈ ഒരു ഐലൻഡ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് അപ്പുറത്തേക്ക് ഒന്ന് പോയി നോക്കാം. രാത്രി ആവാറായി. അപ്പോഴേക്കൊരു ഇതും കാര്യമൊന്നും കിട്ടത്തില്ല. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഓക്കെ, ഒരു ഷീപ്പിനെ കൂടി കണ്ടിട്ടുണ്ട്. എന്റെ മോനെ, പെട്ടെന്നാണ് കേസ് കിട്ടിയത്. അപ്പൊ ഇവനെ കൊല്ലാം. ഇവനെ കൊന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവനെ ഇവിടെ വെക്കാം. നമ്മളെ ഒരു ബ്ലാക്ക് വൂളാണ്. നമുക്ക് എന്തായാലും ഇത് ബ്ലൂ ഡൈ ഉണ്ടാക്കാം. എന്നിട്ട് ഇത് ഇതിനെ ബ്ലൂ ആക്കാം. ഒരെണ്ണൂടി വേണമല്ലോ. പെട്ടെന്ന് ഫാസ്റ്റ്. ഓക്കെ, ഇതൊന്നും പെട്ടെന്ന് ആക്കട്ടെ. ഓക്കെ, ഇനി ബെഡ് ഉണ്ടാക്കണം. ഓക്കെ. ഇപ്പോഴാണ് ഗൈസ് നമുക്കൊരു സമാധാനമായത്. അതായത് പെട്ടെന്ന് ഉറങ്ങാം. അങ്ങനെ നമ്മള് ഉറങ്ങി വീണ്ടും എണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ ഹങ്കറും കാര്യം നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ബുക്കുകളല്ല, അല്ലാതെ നമുക്ക് കഴിക്കാം. നമുക്കൊരു ഫർണസ് ഉണ്ടാക്കണം. ഇവിടെ ഉണ്ടാക്കാം. ഓക്കെ, ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു വുഡ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളും എന്തായാലും പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഒരു മരം ഉണ്ട്. അവിടെ സ്മോക്കർ ഉണ്ടാക്കി വേണം ഇപ്പൊ ആക്കാം. പക്ഷെ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യണില്ല. അപ്പൊ തൽക്കാലം നമുക്ക് ഇങ്ങനെ തന്നെ ഫുഡ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മ വേറെ കുറെ ലെറ്റ്സ് പ്ലേ എന്തായാലും തുടങ്ങുന്നതായിരിക്കും. അതായത് നമ്മുടെ സർവൈവൽ ഒരു സീരീസ് ഒക്കെ അങ്ങനത്തെ ചില സർവൈവൽ സീരീസ് ഉണ്ടാവില്ല, അത് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മുടെ ഐലൻഡ് സർവൈവൽ അങ്ങനത്തെ ഒക്കെ. ഓക്കെ, ഇവനെ കൊല്ലട്ടെ. ഓക്കെ, ഇവനെ സ്ട്രിങ് കിട്ടി. ഈ സ്ട്രിങ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ ബോയും അതൊക്കെ ഉണ്ടാകാം. അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. ഇവിടെ കുറെ ഇതുണ്ട്. നമുക്ക് ഇപ്പൊ തൽക്കാലം ഈ ഒരു ഇത്രേ ഉള്ളൂ. ഫുഡ് വെച്ചിട്ട് നമുക്ക് എന്താക്കാം. പിന്നെ ബാക്കി നമുക്ക് ഫുഡും കാര്യം എടുക്കാം. പിന്നെ ഒരു ഫാമും കാര്യമൊക്കെ ഉണ്ടാക്കാം. നമുക്കൊരു ഷീപ്പിന്റെ ഫാമും കാര്യം ഉണ്ടാക്കണം. എന്നിട്ട് എന്താ പറയാ ഒരു ഷീപ്പിനെ ഒരു ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ വെച്ചിട്ട് ഷീപ്പിനെ അങ്ങനത്തെ നമ്മള് കത്തിച്ച് കലാകുമ്പോ നമുക്ക് കുക്കഡ് ഫുഡും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. പിന്നെ നേരത്തെ എന്റെ വോയിസ് കറക്റ്റ് കേക്ക് ഉണ്ടായിരുന്നോ അറിയില്ല. ഇപ്പോഴായിരിക്കും ചിലപ്പോ നമുക്ക് ക്ലിയർ ആയിട്ട് കേക്ക് ഉണ്ടാവും എന്റെ വോയിസും കാര്യങ്ങളും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ ഫുഡും കാര്യങ്ങളും ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
അങ്ങനെ എല്ലാ ഫുഡും നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഫുള്ളും നമ്മൾ കുക്ക് ചെയ്തെടുത്ത്. ഇനി ഫർണസും ക്രാഫ്റ്റിംഗ് ടേബിളും ബെഡും പൊടിച്ചെടുത്ത് നമുക്ക് ഇവിടെ നിന്ന് വിടാം. ഇവിടെ നിന്ന് ഇനി കേവും കാര്യങ്ങളും കാണുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് കേവ് അല്ല സാധാ, ഇവിടെ വല്ല കേവ് ഉണ്ടോന്ന് നമുക്ക് തപ്പി നോക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി ഇതിൽ അയൺ കിട്ടുമോ നോക്കാം. എന്തായാലും ഇവിടെ ഒരു കേവ് ഒന്നും കാണുന്നില്ല. വല്ല റിവ്യൂനൊന്നും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്തായാലും തപ്പി നോക്കാം വല്ല കേവും കാര്യങ്ങളും ഉണ്ടോന്ന്. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഇവിടെ എവിടെയും കേവൊന്നും കാണുന്നില്ല ഗൈസ്. ഓക്കെ, ഇവിടെ 2 ആടിനൊക്കെയാണ് ഗൈസ് കാണുന്നത്. ഇപ്പൊ കൊല്ലണം നമുക്ക്, പിന്നെങ്ങാനും കൊല്ലാം. ഇവിടെ ഒരു കേവൊന്നും കാണുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പുറത്തൊരു ഐലൻഡ് പോലത്തെ സ്ഥലം കാണുന്നു. നമുക്ക് അപ്പുറത്തും പോയി നോക്കണം. ഇവിടെ എവിടെയും കേവൊന്നും ഇല്ല ഗൈസ്. ഇല്ലാന്ന് തോന്നുന്നൂടി നോക്കി നോക്കാം. ഓക്കെ, ഒന്നും കാണുന്നില്ല. ഇവിടെ കുറെ മരം കാണുന്നുണ്ട്. നൈസായിട്ട് ഇവിടെ ഇറങ്ങി നോക്കാം. അപ്പൊ അതൊക്കെ ഇറങ്ങി കാരണം ഹെൽത്ത് പെട്ടെന്ന് പറയണം. ഫുഡ് ഉണ്ടാവണം. ഓക്കെ, എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാം. അതായത് കുറച്ചങ്ങോട്ടും കൂടി പോയി നോക്കി വെക്കാം. വല്ല കേവോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം. ചെറിയ ലാഗ് ഉണ്ട്. കേവില്ല, ചെറിയ ലാഗ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെ ഉണ്ടായേ? എന്റെ പേര് ടിപ്പു. ഓക്കെ, നമ്മള് എന്താ പറയാ, ഒരു ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഒരു സ്പ്രൂസ് ബയോം കാണുന്നുണ്ട്. സ്പ്രൂസ് ബയോമിലൊരു വില്ലേജ് കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. വില്ലേജ് കിട്ടുമായിരിക്കും. വില്ലേജ് കിട്ടാണ്ടിരിക്കില്ല. വില്ലേജ് ഒന്നും കാണുന്നു. കുറച്ച് ഷുഗർ കെയിൻ ഉണ്ട്, അതും കയ്യിൽ എടുത്തുകൊണ്ട് പോകാം ഗേസ്. മേളിന്ന് ഈ ഷുഗർ കെയിൻ എടുക്കണോ? എടുത്തേക്കാം. ആവശ്യം എല്ലാ ഷുഗർ കെയിനും എടുത്തുകൊണ്ട് പോവാം. ഇതെൻ്റെത് ഷുഗർ കെയിനൊക്കെ ഉണ്ടത് ഗേസ്. എല്ലായിടത്തും പോകാം. നമുക്ക് ആവശ്യം വരും. പേപ്പറൊക്കെ ഉണ്ടാക്കാൻ നല്ലോണം ആവശ്യം വരും, നല്ലോണം യൂസ് ആവും. അപ്പോ ഇവിടെ ഒന്നുമില്ല ഗേസ്. ഒരു ബീച്ച് സൈഡ് പോലത്തെ സ്ഥലം കാണുന്നുണ്ട്. ഇവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. കേവ് ഇങ്ങനത്തെ സ്ഥലത്ത് ഉണ്ടാവും, ചില സ്ഥലത്ത് ഉണ്ടാവും. എന്തായാലും ആ ഒരു സ്ഥലത്തേക്ക് പോയി നോക്കാം. ഈ ഒരു ഐലൻഡ് ഇവിടെ ഒന്നും വല്ല കേവ് ഉണ്ടോ നോക്കാം. അങ്ങനെ അയൺ കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിരുന്നു. അയണിന്റെ കുറച്ച് ടൂളും കാര്യം ഉണ്ടാക്കി ഡയമണ്ടിന് ഇനിയിപ്പോ തന്നെ പോവായിരുന്നു. ഓക്കെ, ഇതാണ് ഇവിടെ കേവ് ആണ്. രാത്രി നൈറ്റ് ആവാതെ നമുക്കൊന്ന് കിടന്ന് ഉറങ്ങാം. നമുക്കൊരു ബേസും കാര്യം ഉണ്ടാക്കണം കേസ്. ഓക്കെ, നൈറ്റ് ആയിട്ടില്ലാന്ന് പറഞ്ഞ ബെഡും കാര്യം കൈ പിടിച്ച് നടക്കാം എന്തായാലും. ഓക്കെ, ഇവിടെ ഒരു കേവ് കാണുന്നുണ്ട്. അടിക്ക് ഒരു കേവാണ്. അതിന് നമുക്ക് രാത്രിയായിട്ട് പോകണം. നമുക്കൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് താഴോട്ട് പോവാം. ഒരു കേവും കാര്യം കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു കേവ് കാണാണ്ടാണ് സാധാരണ. ഞാൻ നോക്കി നടന്നിരുന്നത്. ഒരു കേവ് ഇതിന്റെ മോനെ ഇപ്പൊ തന്നെ വീണനെ. ഇവിടെ ചാടിയിട്ടുണ്ട്. നമുക്ക് വലിയ താഴോട്ട് കുഴിച്ച് പോവാം. ഇവിടെ മോബൊക്കെ സ്പോണാവും. ടോർച്ച് നമ്മൾ അവിടെ വെച്ചു. കടിക്കൊന്ന് പോയിട്ട് കേവ് ഒന്ന് ലൈറ്റപ്പ് ചെയ്യാം. ഒരു മാങ്ങയില്ല. ഓക്കെ, ഇവിടെ ഒരു തേങ്ങയില്ല. ഓക്കെ, അവിടെ മാങ്ങയില്ല, ഇവിടെ ഒരു തേങ്ങയില്ല. ഇത് സാധാ ഒരു എല്ലാം പറഞ്ഞ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഒന്നുമില്ല. നമുക്ക് എന്തായാലും നമ്മളെ ടോർച്ച് എടുത്ത് ആ ടോർച്ച് അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അതായത് ഇവിടെ നിന്ന് നൈസായിട്ട് പോവാം. ഇവിടെ ഒന്നുമില്ല. നമുക്കെന്തായാലും
ഡേർട്ട് എടുത്ത് നമുക്ക് മേളിലോട്ട് പോവാം. ഇവിടെ ഒന്നുമില്ല, ഒന്നുമില്ല. കേവ് എന്നും പറഞ്ഞ് വന്നപ്പോ അവിടെ നമ്മുടെ ആ ഒരു ടോർച്ച് ഇരിക്കുന്നുണ്ട്, അതെടുത്തിട്ട് പോവാം ഗൈസ്. വെറുതെ നിന്നോട് വെക്കണം. മേലോട്ട് കയറി പോവാം. മേലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ യാത്ര അവിടെ ഒരു പ്ലെയിൻസ് ആണ് കേട്ടോ. നമുക്ക് അന്നേരം അങ്ങോട്ട് പോവാം, അവിടെ പോവാം. ഇതൊരു പ്ലെയിൻസ് ആണ്, വല്ല വില്ലേജ് കിട്ടിയ അത്രയും നല്ലത്. എന്നിട്ട് നമുക്ക് വല്ല അവിടുത്തെ അയൻകോളത്തിനെ കൊല്ലണോ? അതേപോലെ റെസ്പോൺസ് കിട്ടി എന്നിട്ട് കൊല്ലാം. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു എൻ്റെ ഒരു സെർവർ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടെന്ന് തോന്നുന്നുണ്ട്, ഞാനും അതേപോലെ നമ്മൾ ആദ്യം കളിക്കുന്ന ഒരു സെർവർ, ആ ഒരു സെർവറിൽ അതിലുണ്ടായില്ല എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ കളിക്കായിരുന്നു സെർവറിൽ, അതിലുണ്ടായില്ല. അപ്പോൾ ഒരു അയൺ ഗോളത്തിനെ കണ്ടു, അവനെ കൊല്ലാൻ വിചാരിച്ച് കൊല്ലാൻ പോയപ്പോ ബ്ലോക്ക് വെച്ചു. പക്ഷെ എന്തോ ഒരു ഗ്ലിച്ച് പറ്റി ബ്ലോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വീണപ്പോ എന്താ പറയാ, ഞാൻ അയൺകോളം കൊന്നു ഒറ്റടിക്ക്, ഞാൻ തീർന്നു. അപ്പൊ എന്റെ എല്ലാ സാധനങ്ങളും അവിടെ പോയി. അതെന്റെ രണ്ട് ഡയമണ്ട് അങ്ങനെ ഉണ്ടായി, അതും പോയി. എന്തായാലും പോണെങ്കിൽ കുറെ ആടിനെ കാണും, നമുക്ക് അവന്മാരൊക്കെ എടുത്തേക്കാം. ഓക്കെ, എടുത്തു. ഇവിടെ ഒരു വില്ലേജും ഇല്ല, ഒരു കേവും ഇല്ല. കൊറേ ആയി നമ്മൾ നടക്കണത്. ഇത്രങ്ങാണ്ട് ബ്ലോക്ക് നമ്മൾ നടന്നു. ഒരു കേവ്, ഒരു കേവ് കണ്ടതാണ്. പക്ഷെ ഇത് കേവാണോ? ഇത് കേവാണ്. പക്ഷെ ഇവിടെ ഒന്നുമില്ല. നേരത്തെ പോലെ നമ്മളെ പറ്റിച്ചോ? ഇതിലൊന്നും ഇല്ലാലോ, നമ്മളെ പറ്റിച്ചല്ലോ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. അവിടെ ഒരു കേവ് കാണുന്നുണ്ട്, നമുക്ക് നൈസായിട്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ ഒരു കേവ് ഉണ്ട്. ഇവിടെ ഞാൻ കണ്ടു. ഇവിടെ ഇല്ല, ഇവിടെ ഒരു കേവും കാര്യം കാണുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇത് കേവാട്ടാ, ഇത് നൈസൊരു കേവാണ്. ഉള്ളിലോട്ടുണ്ട്. ചെറിയൊരു പേടിയുണ്ട് ഉള്ളിലോട്ട് പോവാൻ, എന്നാലും പോവാം. അടിയിൽ മോബൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അടിയിലോട്ട് നൈസായിട്ട് പോവാം. നമ്മളടുത്ത് ബ്ലോക്ക് ഒന്നും ഇല്ലാന്നുണ്ട്. കുറച്ച് ക്രിബിൾസ്റ്റോൺ ഉണ്ട്, അതിലെടുത്തിട്ട് നമുക്ക് താഴെ ഇറങ്ങി നോക്കാം. കാണില്ലല്ലോ. ഓക്കെ, അവിടെ ലാവ കാണുന്നുണ്ട്. ഓക്കെ, സാധനത്തിന്റെ മറന്നു. അപ്പൊ ആ ഒരു ഇവിടെ കുറച്ചൊരു സ്ഥലം കാണുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്നിട്ട് ചാടാം. അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാനായിട്ട് എന്റെ പേടി ഇവിടെ മോബ്സ് ഉണ്ടാവുമെന്നാണ്. ഓക്കെ, ഇവിടെ ടോർച്ചെല്ലാം വെക്കാം. എന്റെ ടോർച്ച് തീരുമെന്നാണ് വേറൊരു പേടി. ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാം. ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം. ഇവിടെ നിന്ന് നോക്കാം. ഇതൊരു വലിയൊരു റിവ്യൂണ് കേട്ടാ എന്റെ മോനെ. പിന്നെ അടിയില് കേവ് പോലത്തെ സ്ഥലം കാണുന്നുണ്ട്, നൈസായിട്ട് അവിടൊക്കെ ഇറങ്ങാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാണ്ടിരിക്കില്ല. ഒരു മൈൻ ഷാഫ്റ്റ് കിട്ടിക്കാന്ന് കൊള്ളായിരുന്നു. അടിയിൽ മോബിനെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് അപ്പുറത്തൊക്കെ ഞാൻ എത്തണം. എനിക്ക് എങ്ങോട്ട് ഇറങ്ങാൻ ഒരു ഇതില്ല, ചെറിയൊരു പേടി, ചെറിയൊരു ഭയം. പേടിയല്ല, ഭയം. അപ്പൊ നമുക്ക് എന്തായാലും തൽക്കാലം ഇവിടൊക്കെ ഇറങ്ങണ്ട. തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് പോവാം. തൽക്കാലം ഇവിടെ നമുക്ക് എവിടാം, ഇതിലേ പോവാം. വല്ല ബോയൊക്കെ കൊണ്ടുവന്നിട്ട് വരാം. അതാവുമ്പോ താഴെയുള്ളവരൊക്കെ തീർത്തിട്ട് നമുക്ക് നൈസായിട്ട് മേലിൽ കയറി പോവാലോ. നമ്മടക്കോ എന്റെ മോനെ തന്നെ പേടിച്ച് തന്നെ ചത്താന്. അവിടെ അയ്യണല്ലേ ഞങ്ങളുടെ എല്ലാ സാധാരണ. എന്നാലും ഇവിടെ നിന്ന് മേലിലോട്ട് അങ്ങോട്ട് കുതിച്ചങ്ങോട്ട് പോവാൻ കേസ്. ഇവിടെ ഒന്നും ഒന്നുമില്ല. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, നമ്മ നോക്കാണ്ടാണ്.
അതായത് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, ചത്ത് കഴിഞ്ഞാല് എന്തായാലും എല്ലാം നമ്മളെ ഇപ്പോഴുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, നമ്മളതൊക്കെ പോവും. ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് ഇവിടെ റീസ്പോൺ പോയിന്റ് വെച്ചിട്ട് താഴോട്ട് ഇറങ്ങാം. അതായിരിക്കും നല്ലൊരു ഐഡിയ എന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മളൊരു നല്ലൊരു ബ്ലോക്ക് ആയിട്ടില്ലേ? ഓക്കെ, നോക്കാം. ഒയ്യോ ഗൈസ്, ചത്ത്. ഗൈസ് നമ്മളെ ഉള്ള എല്ലാം പോയി ഗൈസ്, എല്ലാം പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? അല്ലയ്യ, നമുക്കെന്തായാലും രണ്ടാമത് ഗ്രൈൻഡ് ചെയ്യാം, അല്ലാണ്ട് വേറെ വഴിയില്ല. ഈ ഒരു മഴ എന്തായാലും വെട്ടി വീണ്ടും തുടങ്ങാം ഗൈസ്. നമുക്കെന്തായാലും ഫസ്റ്റ് തന്നെ കുറച്ച് ഫുഡും ഈ മരവും ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ ഒപ്പിച്ചിട്ട് ടൂൾസ് ഉണ്ടാക്കാം. ടൂൾസ് ഉണ്ടാക്കിയിട്ട് എന്താ പറയാ, ടൂൾസ് ഉണ്ടാക്കി കുറച്ച് അയൺ കണ്ടുപിടിക്കാം. അതാണ്. എന്നിട്ട് കുറച്ച് ഫുഡ് ഒപ്പിക്കണം, എന്നിട്ട് അതിലോട്ട് മൈൻഡ് ചെയ്ത് പോവാം. ഓക്കെ, അതാ അങ്ങനെ ചെയ്യാൻ ഗൈസ്, അല്ലാണ്ട് വഴി നടക്കില്ല. കേവ് ഒന്നും വേണ്ട, കേവിലൊക്കെ പെട്ടെന്ന് താഴോട്ട് ചത്ത് വീഴണം നമ്മള്. അതാണ് വേറെ പ്രശ്നം. നമുക്കെന്തായാലും ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടൊരു ടൂൾ ഉണ്ടാക്കാം. ഒരു ആക്സും പിന്നെ ഒരു പിക്കാക്സും ഉണ്ടാക്കാം. ബാക്കി നമുക്ക് കുറച്ച് വടി സ്റ്റിക്ക് ഉണ്ടാക്കാം. നമ്മുടെ ഇനി നമുക്ക് താഴോട്ട് കുഴിച്ച് പോകാൻ പറ്റും. താഴോട്ട് കുഴിച്ച് പോയിട്ട് കുറച്ച് സ്റ്റോൺ എടുത്ത് സ്റ്റോൺ പിക്കാക്സും ആക്സും ഉണ്ടാക്കിയിട്ട് താഴോട്ട് പോകാൻ പറ്റും. താഴോട്ട് പോയിട്ട് അവിടുന്ന് കുറച്ച് അയൺ കിട്ടെങ്കിൽ അത് എടുത്തിട്ട് നമുക്ക് ഇതാക്കാം. നമ്മുടെ സ്റ്റിക്ക് ഉണ്ട്, അത് വെച്ച് നമുക്ക് തൽക്കാലം അത് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ, റോ അയൺ നമുക്ക് അയൺ ആക്കിയാം. ഫർണസ് വെച്ചിട്ട് ഒരു ആക്സും ഒരു പിക്കാക്സും അത് സെറ്റായിട്ടുണ്ട്. ഓക്കെ, അതിലോട്ട് ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റിക്ക് അങ്ങോട്ട് മാറ്റാം. പിക്കാക്സും തൽക്കാലം നമുക്ക് ഈ ഒരു പിക്കാക്സ് കൊണ്ട്, അതായത് വുഡൻ പിക്കാക്സ് കൊണ്ട് തന്നെ അതായത് പൊട്ടറിന് വരെ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതിലൊന്ന് കുഴിച്ച് താഴോട്ട് നോക്കാം. അടിയിലെന്താണ്. കൊറേ കുഴിക്കണ്ടോന്ന്, എവിടെ എത്തണില്ല സത്യം. കിന്നൊക്കെ അങ്ങോട്ട് കുഴിക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ കുഴിച്ചു പോവാം. നമ്മൾ നോക്കാം, ഇങ്ങനെ നിന്നിട്ട് നമുക്ക് നോക്കി നോക്കാം അവിടെ അടിയില് എത്രയും. നമ്മൾ പെട്ടെന്ന് അങ്ങനെ കുഴിച്ചു വയ്ക്കാൻ നമ്മൾ ചാവും, അതുകൊണ്ട് അങ്ങനെ ചെയ്യണത് നമ്മള്. അങ്ങനെ കുഞ്ഞിരിക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് എന്താ അടിയിൽ വീഴയില്ല, കറക്റ്റ് കാണാനും പറ്റും. എന്തായാലും നോക്കാം, നമുക്കെന്തായാലും കുറച്ച് കുഴിച്ചു നോക്കാം. അങ്ങനെ ഗൈസ്, നമ്മള് കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും തിരിച്ചെത്തിക്കുകയാണ്. നമ്മൾ അവിടുന്ന് മേളിൽ നിന്ന് കുറെ കുഴിച്ചു വന്നതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ഒരു കുഞ്ഞൊരു സ്ഥലം കണ്ടു. അതായത് അവിടെ ഒരു ബ്ലോക്ക്, അതായത് ഇങ്ങനെയാണ് നമുക്ക് ആദ്യം കണ്ടത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ കണ്ടു കുറച്ച് സൗണ്ട് കേട്ടു. അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ അറിഞ്ഞില്ല, ഇങ്ങനെ നമ്മൾ കുറച്ച് എങ്ങനെ ആക്കി എടുത്തതാണ്. ഇങ്ങനത്തെ ഒരു വഴി പോലെ ആയിരുന്നു. അപ്പൊ ഗൈസ് നോക്കിയപ്പോ വലിയൊരു കേവ്. ഇവിടെ ഫുള്ള് ലൈറ്റ് ചെയ്തു. ഇവിടെ കുറച്ച് കൂടുതൽ അയണും കാര്യങ്ങളുണ്ട്, അങ്ങനെ കുറെ സാധനം. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വേറൊരു വഴി പോലത്തെ ഇവിടെ ഉണ്ട്, അതായത് അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടും വരാം. അങ്ങനത്തെ ഒരു വഴിയായിരുന്നു. അതൊക്കെ നമ്മൾ മൂടി ഇപ്പൊ ഫുൾ ലൈറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് അപ്പൊ നമ്മൾ കാര്യം തീരുമാനിച്ചു എന്താണെന്ന് വെച്ചാൽ, ഇനി മേലുള്ള ഈ ഒരു ഐലൻഡിൽ തന്നെ ആയിരിക്കും നമ്മളെ വീടും അല്ലെങ്കിൽ വേറെ വില്ലേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നെതറിൽ പോർട്ടല് വേറെ കുറച്ച് ദൂരെ വെച്ചിട്ടായിരിക്കും നമ്മൾ വില്ലേജ് അങ്ങനെ കണ്ടുപിടിക്കാൻ പോവുക. അങ്ങനെ ആയിരിക്കും, അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫുൾ അയണും കാര്യം
നൈസായിട്ട് ഇവിടുന്ന് നമുക്ക് എന്തായാലും പൊട്ടിച്ചെടുക്കുക. അയണോറങ്ങാലും കണ്ടുപിടിച്ചിട്ട് കുറേ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ പോയാണ് ഇവിടെ കണ്ടതാണ്. കുറേ ഉണ്ടായി. ഇപ്പൊ ഉള്ളിലേക്കും ഉണ്ട് കുറച്ച് കേവും കാര്യങ്ങളും. അവിടെയൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് അവിടെയൊക്കെ നിറച്ച് എന്താ പറയാ ടോർച്ചൊക്കെ വെച്ച് നമ്മൾ മൂടിയുണ്ട്. പിന്നെ നമ്മൾ ഒരാഴ്ച കൂടി ചത്തു. അപ്പൊ നമ്മ ഇത്രയും കുഴിച്ച ബ്ലോക്കൊക്കെ നമ്മൾ തന്നെ പോയി കുറെയൊക്കെ. അങ്ങനെ കുറെ സംഭവങ്ങളും നടന്നിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് കുഴിച്ചപ്പോൾ നമ്മ അറിഞ്ഞത് നമ്മളതിൽ ബെഡില്ല, ഇനി മേളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ചത്ത് കഴിഞ്ഞാൽ റീസ്പോൺ ആവാൻ. അങ്ങനെ കുറച്ചും കൂടി പിന്നെ മേളിൽ പോയി കുറച്ച് ബെഡും കാര്യങ്ങളും എടുത്തു വന്നപ്പോഴേക്ക് രാത്രിയായി. മോബ് നമ്മളെ കൊന്നു. അങ്ങനെ കുറച്ച് ബ്ലോക്ക് കുറേ കാര്യങ്ങളൊക്കെ നടന്നു. നിങ്ങളൊന്നും അറിഞ്ഞില്ല. നമ്മൾ എന്തായാലും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുൾ ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അയണും കാര്യം ഫുള്ളായിട്ട് എടുത്ത് നമുക്കൊരു ആർമർ അയൺ ടൂൾസും കാര്യം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനത്തെ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇനി ഡയമണ്ട് മൈനിങ്ങിന് പോവാം. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വീടും കാര്യം കുറച്ചാളത്തേക്ക് ഈ ഒരു കേവിലാവാം. അതായത് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്ത് കേവിൽ കുറച്ച് ദിവസം മൈൻ ചെയ്ത് ഡയമണ്ട് ആർമർ ആയിട്ട് വേണമെങ്കിൽ പുറത്തിറങ്ങാം. പക്ഷെ നമുക്ക് ഫാമും കാര്യം കുറെ ഉണ്ടാക്കാറുണ്ട്. അത് നമ്മൾ ഡ്രാഗനെ കൊന്നതിന്റെ ഫാർമും കാര്യം ഉണ്ടാക്കത്തുള്ളൂ. അത് നമ്മൾ എന്തായാലും ആദ്യമേ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ കുറച്ച് നേരത്തെ ശേഷം നമ്മൾ വീണ്ടും നമ്മൾ അയണൊക്കെ എടുത്ത് ഫുള്ള് അയൺ ആർമർ സെറ്റ് ചെയ്യാൻ പോവാണ്. അയൺ ആർമർ സെറ്റ് ആകും ഗൈസ്. നമ്മള് പിന്നെ നമുക്കൊരു പെറ്റിനെ വേണം. എന്നിട്ട് നിങ്ങൾ പെറ്റിന്റെ പേരും കാര്യം നിങ്ങൾ കമന്റ് ചെയ്യാം. നമ്മൾ ആ ഒരു പേരും കാര്യം ഇടുന്നതായിരിക്കും. അപ്പൊ നമുക്കിപ്പോ 28 എന്താ പറയാ അയൺ കിട്ടിയിട്ടുണ്ട്. 28 അയൺ കിട്ടിയിട്ടുണ്ട്. ഇവിടെ തന്നെ ലാവയുണ്ട്. നമുക്ക് എന്താ പറയാ ഇതുണ്ടാക്കാനുള്ള, അതായത് പോർട്ടൽ ഉണ്ടാക്കാനുള്ള ലാവയായി. അത് വെച്ചുകൊണ്ട് പോർട്ടൽ ഉണ്ടാക്കണം. ഇവിടെ ഓക്കെ അവിടെ അയണുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമ്മൾ അയണൊക്കെ കണ്ടതാണ് നേരത്തെ. മേളിലുണ്ടോ? ഇല്ല, മേളിൽ കോപ്പറാണ്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ അയൺ കാര്യം മൈൻഡ് ചെയ്തിരിക്കാം. പിന്നെ അതോടൊപ്പം നമ്മൾ ആ ഒരു ഡ്രിപ്പ് സ്റ്റോണും കൂടി കണ്ടിട്ടുണ്ട് കേസ്. അപ്പൊ അത് നമ്മൾ കാണാൻ പറ്റി. ഇനി നമുക്ക് കുറച്ച് ഇവിടെ ഉണ്ട്, അതൊന്നും അതിൽ എടുക്കാം. പിന്നെ നമുക്ക് ഫുള്ള് അയൺ ആർമറും ടൂൾസും ആവാൻ പറ്റുമെങ്കിൽ ആക്കണം. നമുക്ക് എത്ര ഒരു സ്റ്റാക്കിന് അടുപ്പിച്ച് എന്തായാലും കിട്ടും ഈ ഒരു അയൺ കാരണം ഫുൾ അയണാണ് ഈ ഒരു കേവിലത്. സാധാരണ എനിക്ക് തോന്നുന്നു പണ്ടത്തെ മൈൻക്രാഫ്റ്റിലൊക്കെ അയൺ കിട്ടാൻ ഭയങ്കര പാടാണെന്ന്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു കേവ് മാത്രമല്ല, വേറൊരു കേവും കൂടി ഉണ്ടായി. അതിന്റെ ആ ഒരു സ്ഥലവും എല്ലാം ഇവിടെ അടുത്ത് തന്നെ ഒരു സൈഡിൽ കൂടെ പോകുമ്പോ ഒരു കേവ് വേറെ ഉണ്ടായിരുന്നു. ഇവിടെ നിറച്ചിട്ടാണ് വെറുതെ അല്ല വേറെ മോബ്സ്. ഇവിടെ അടുത്ത് തന്നെ വേറൊരു എൻട്രൻസ് ഉണ്ട് ഗൈസ്. കേവും കാര്യം ഉള്ള ഒരു എൻട്രൻസ് ഉണ്ട്. ഞാൻ അവിടെയൊക്കെ ഫുള്ള് ലൈറ്റപ്പ് ചെയ്തതാണ്. ഈ ഒരു ഭാഗത്തല്ല, അപ്പുറത്തെ ഭാഗത്തൊന്നും ഉണ്ട്. അതൊക്കെ നിറച്ച് എന്താ പറയാ ആ ഒരു അയണും കാര്യമാണ്. അപ്പുറത്തും ഉണ്ടെന്ന് കൊണ്ടുവരാം. നമുക്ക് എന്തായാലും ഒന്നും കൂടി ഒന്ന് തപ്പി നോക്കാം. ഞാൻ കുറച്ച് നേരത്തെ മൈനിങ് ചെയ്യുന്ന കാരണം ആ ഒരു സ്ഥലം പെട്ടെന്ന് മറന്നുപോയി. ഇവിടെ അടുത്ത് തന്നെയായിരുന്നു ഒരു കേവിന്റെ എൻട്രൻസ് ഉണ്ട്. അവിടെ ഒരു കേവ് ഉണ്ട്, അങ്ങോട്ടും നമ്മൾ പോയിട്ടില്ല. നമുക്ക് അങ്ങോട്ടും കാര്യം പോയി നോക്കി നോക്കാം. അവിടെ നിറച്ച് അവിടെ ഉണ്ടാവണം അയണൊക്കെ. നമുക്ക് ഇത് കേവെല്ലാം നമുക്ക് എന്തായാലും ഇവിടെ മൂടി വെക്കാൻ കാരണം വേറെ മോപ്സും കാര്യങ്ങളൊന്നും വരണ്ട ഇനി. പിന്നെ നമ്മളെ ഫുള്ള് മഴയും കാര്യങ്ങളാണ്. ഈ ഒരു വെതറും കാര്യങ്ങളൊക്കെ ആകെ സീനായിരിക്കാണ്. ഫുള്ള് നമ്മുടെ നാട്ടിലും മഴയും വെള്ളപ്പൊക്കമല്ല വെള്ളത്തോണ്ട് നമുക്ക് കാരണം തോടും എല്ലാം നിറഞ്ഞ് റോഡൊക്കെ ആകെ വെള്ളമാണ്. നിങ്ങളെ നാട്ടിൽ നമ്മുടെ വെതറൊക്കെ എങ്ങനെയാണെന്ന് പറയാം. ഇവിടെയൊക്കെ രാവിലെയും ഉച്ചക്കൊക്കെ മഴയാണ്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്നൊക്കെ തന്നെ കമന്റ് ചെയ്യുക. നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ സേഫ് ആയിട്ടാണെന്നൊക്കെ തന്നെ വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും എല്ലാവരും സേഫായി എന്താ പറയാ വീട്ടിൽ തന്നെ ഇരിക്കണം. കാരണം ഇപ്പോൾ ഡെങ്കിപ്പനിയും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫ് ആയിരിക്കാം. ഇവിടെ ആണ് തോന്നുന്നത് എൻട്രൻസും കാര്യം ഇതല്ലേ. ഇവിടെ എങ്ങാണ്ട് ഒരു എൻട്രൻസ് ഉണ്ടായി. അപ്പൊ എന്തായാലും നോക്കാം നമുക്ക്. അപ്പൊ എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിട്ടൊക്കെ തന്നെ ഇരിക്കാം. ഡെങ്കിപ്പനിയും കാര്യങ്ങളും ഇപ്പൊ കൊതുകും കാര്യം കൂടുതലാണ്. ഇപ്പൊ തന്നെ എന്നൊരു കൊതുകാന്ന് കടിച്ചിട്ടുള്ളൂ. സീനാണ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം. നമുക്ക് എന്തായാലും നമ്മളെ അയണിന്റെ പരിപാടി നോക്കാം. ഇവിടെ എങ്ങാണ്ട് ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അപ്പുറത്ത് തന്നെയാണ്. ഇവിടെ അല്ല.
ഒരു കേവും കാലം അടച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ. ഓക്കെ, ഇവിടെ ഇതാണോ? അല്ല, ഇവിടെ ഇല്ല. നമ്മ ടോർച്ച് ചെയ്തപ്പോ എല്ലാം സ്ഥലം കണ്ടതാണ്. ഇവിടെ എവിടെങ്കിലും ആയിരിക്കും. ഇവിടെ അല്ല, ഇവിടെയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു കേവും കാലം വേറെ. ഇവിടെ അയാണുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറെ അയാണുള്ള സ്ഥലം നമ്മൾ കണ്ടു. പിന്നെ നിങ്ങളവിടൊക്കെ കറണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ കമന്റ് ചെയ്യാ. ഇവിടൊക്കെ ഇടക്കിടക്ക് കറണ്ട് പോകുന്നുണ്ട്. ഞാൻ പിന്നെ ഫോണിലാണ് നമ്മളെ ഗെയിം പ്ലേ ഒക്കെ എടുക്കാറ്. അതുകൊണ്ട് തന്നെ കറണ്ട് പോകാൻ നമുക്ക് പ്രശ്നമില്ല. എന്തായാലും ഫോണിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ കറണ്ട് കാര്യം പോകും. പക്ഷെ അത് കാരണം കൊതുവിന്റെ ശല്യം നല്ലോണം ഉണ്ട്. അതാണ് വേറെ പ്രശ്നം. ഓക്കെ, നമ്മൾ അയൺ എന്തായാലും ഇവിടെ കുറെ ഉണ്ട് കേട്ടോ. സാധാരണ എനിക്ക് തോന്നുന്നു എന്തായാലും ആ ഒരു പഴയ മൈൻക്രാഫ്റ്റില് കൂടുതൽ അയണൊന്നും കിട്ടാറില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നണത്. എന്തായാലും ഈ ഒരു അയണും കാര്യങ്ങളൊക്കെ എടുക്കാം. നിറച്ച് സെറ്റാണ്. ഓക്കെ, 49 ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ. എന്തായാലും ഒരു സ്റ്റാക്കിനടുത്ത് കിട്ടും ഗൈസ്. ഓക്കെ, ഇവിടെ ഉണ്ട് കൊറേ. നമ്മളെ പിക്കാക്സിന് പൊട്ടാറായിട്ടാ എന്റെ മോനെ. ഓക്കെ, ഇവിടെ ഉണ്ട് കൊറേ, അവിടെ ഉണ്ട് കൊറേ ഉണ്ട്. നമുക്ക് എന്തായാലും അയൺ ആർമറായിട്ട് പെട്ടെന്ന് മൈനിങ്ങിനൊക്കെ പോണം. ആർമർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡാമേജും കാര്യം കിട്ടുന്ന കുറയും. അത്രയും ഡാമേജ് കിട്ടണം. പിന്നെ വേറൊരു ഇതാണ് ഞാൻ പറഞ്ഞ വേറൊരു എൻട്രൻസും കാര്യം കേവിക്കുള്ള. ഇവിടെയൊക്കെ ഫുള്ള് നമ്മൾ ടോർച്ച് വെച്ച് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗം കൂടി ലൈറ്റപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. പിന്നെ നമ്മളെ ഫുഡൊക്കെ തീർന്നു പോയി. നമ്മളിപ്പോ ഒറ്റ ഫുഡും കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഓക്കെ, എന്തായാലും നമുക്ക് ഒരു അയണൊക്കെ മൈൻഡ് ചെയ്ത് കുറച്ച് ഫുഡൊക്കെ സെറ്റ് ആക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മള് ആ ഒരു അയണും കാര്യം മൈൻഡ് ചെയ്യാതിരിക്കുന്ന ടൈമിലുണ്ടാ ഈ ഒരു വെള്ളവും കാര്യം അവിടുന്ന് വരുന്നുണ്ടായിരുന്നു. നമുക്കെന്തായാലും തൽക്കാലം ഇത് അടയ്ക്കാൻ കാരണം ഇപ്പൊ നമുക്ക് എന്തായാലും വെള്ളത്തിന്റെ ആവശ്യമില്ല. നമുക്ക് എന്തായാലും അയൺ ബക്കറ്റ് ഉണ്ടാക്കി ഇവിടെ വന്നിട്ട് എന്താ പറയാ ആ ഒരു വെള്ളം കാര്യം എടുക്കാം. മേലിൽ എന്തോ സീ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സീ ഉണ്ടല്ലോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആ ഒരു സീ ആണെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു ഭാഗം കാര്യം നമ്മൾ അയൺ മൊത്തത്തിൽ നോക്കാം. ഓക്കെ, ഒരു അയണും കൂടി മതി നമുക്ക് ആ ഒരു ഫുൾ സ്റ്റാക്ക് അയൺ ആർമർ ആവാൻ. ഇനി ഇതൊക്കെ നമുക്ക് ആദ്യം എന്താ പറയാ ഇതാക്കി എടുക്കണം ഗൈസ്. അതാണ് വേറെ പ്രശ്നം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇതൊക്കെ എടുക്കാം. പിന്നെ നമ്മൾ മേളിൽ പോയി ഫുഡും കാര്യം എടുത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഫുഡ് കുറച്ച് സെറ്റ് ആയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. ഓക്കെ, അയൺ ആർമർ, ഇനി അയൺ ആർമറും കൂടി ആവണം. നമുക്ക് എന്തായാലും ബാക്കി ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമുക്ക് ആ ഒരു ഫുള്ള് ഇതും കാര്യം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി സംഭവം സെറ്റ് ആയി അത് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളെ എല്ലാ ആ ഒരു അയണും കൂടി നമ്മൾ ഇത് ചെയ്തപ്പോ ബാക്കി നമുക്ക് 13 കോൾ കിട്ടുള്ളൂ. കുറെ കോൾ നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മള് ഇടക്കൊച്ച വന്ന് നിങ്ങളെ കാണിക്കാണ്ടിരുന്ന ബോറടിക്കാണ്ടിരുന്ന. അപ്പൊ ഇത്രയും അയൺ നമുക്ക് ഒരു സ്റ്റാക്ക് 5 അയൺ ഓറായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അപ്പൊ അത് നമ്മള് ഇതാക്കി എടുത്തപ്പോ നമുക്ക് ഒരു സ്റ്റാക്കും കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ ഇത് മാത്രം പോരാ. ഓക്കെ, നമുക്ക് ഇതുണ്ടാക്കാൻ ആർമർ ഉണ്ടാക്കാൻ ഇത് മതി. ബാക്കി ഇനി ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഫുൾ ഒരു ആർമർ ആയിട്ടുണ്ട്. നമ്മള് ഫുൾ അയൺ ആർമർ അങ്ങനെ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ടൂൾസ് ഉണ്ടാക്കണം. ടൂൾസ് ഉണ്ടാക്കാൻ നമുക്ക് എന്തായാലും മേളിലോട്ട് പോകണം ഗൈസ്. മേളിലോട്ട് പോവാൻ ഇനി കുറച്ച് അധികം ആ ഒരു സംഭവങ്ങളാണ്. നമുക്ക് ഈ പിക്കാക്സ് പൊട്ടുന്ന വരെ നമുക്ക് നമ്മുടെ ഇത്. ഓക്കെ, ഞാൻ എന്തിനാ വെറുതെ ഇത്ര മൈൻഡ് ചെയ്യണത്? ഞാൻ പൊട്ടനാണോ ഗൈസ്? നമുക്ക് ബക്കറ്റ് ഉണ്ടായിക്കൂടെ ഗൈസ്? ഒരു ബക്കറ്റ് ഉണ്ടാക്കുക. നിങ്ങൾ പൊളിച്ച് കൈയെടുക്കുക. ഒരു ബക്കറ്റ് ഉണ്ടാക്കുക. ഇവിടെ നിന്ന് ആ ഒരു വെള്ളം എടുക്കുക. അവിടെ പോയിട്ട് ആ കുഴിയുടെ അളവൊക്കെ എന്നിട്ട് കയറിപ്പോ. അത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ വെറുതെ ബക്കറ്റ് വെച്ചു. നമുക്ക് എന്തായാലും ഇപ്പൊ ആ ഒരു കുഴിയിലും കാര്യം വെള്ളം ഒരു സൈഡിൽ കൂടെ വെക്കാം. എന്നിട്ട് പിന്നെ പതുക്കെ ആ ഒരു ലാഡറും കാര്യം വെക്കാം. എന്നിട്ട് അപ്പൊ നമുക്ക് സുഖമായിട്ട് കയറി വരാം. എന്നിട്ട് പിന്നെ നമുക്ക് ബേസും കാര്യം സെറ്റായി പിന്നെ
ഒബ്സിഡിയൻ വെച്ചിട്ട് മേളിലോട്ട് കേറി നമുക്ക് ഇവിടേക്ക് പോകുമ്പോ നമ്മുടെ നെതറിൽ പോകുമ്പോ നമുക്ക് എന്താ പറയാ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു മറ്റേ സോൾ എന്ന് എന്തോ ആ ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്ക് അതിന്റെ പേര് അറച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അതും മാഗ്മയും വെച്ചിട്ട് നമുക്ക് എലവേറ്റർ ഉണ്ടാക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് മേളിലേക്കും താഴോട്ടും കയറി വരാം. ഞാൻ ഇങ്ങോട്ട് വന്നു, ഇവിടെ അല്ലല്ലോ നമ്മളെ എൻട്രൻസ്. ഞാൻ ഇങ്ങോട്ട് നേരെ അറ്റത്ത് വന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു എൻട്രൻസ് കാര്യം ഇരിക്കണം തോന്നുന്നു. ഇവിടെ അല്ലേ? അതവിടെ അതുകൊണ്ടിരിക്കാൻ ഇനി പോണേ. ഇവിടെ ആയിരുന്നു അത്. നമ്മ പെട്ടോന്നാണ് തോന്നണത്. ഇവിടെ ആയിരുന്നില്ലത്. ഇവിടെ ആയിരുന്നു. ഞാൻ നൈസായിട്ടൊന്ന് വഴി മാറിപ്പോയി. ആ ഒരു ഭാഗത്ത് കൂടെ വരുമ്പായിരുന്നു തോന്നുന്നുണ്ട് മറ്റേ കേവിക്കുള്ള എൻട്രൻസ്. ഓക്കെ, ഇതെല്ലാവരും കേവിക്കുള്ള എൻട്രൻസ്. ഓക്കെ, ഇതാണ് മറ്റേ കേവിക്കുള്ള എൻട്രൻസ്. ഇതാണ് ആ ഒരു കേവിക്കുള്ള എൻട്രൻസ്. നമുക്ക് എന്തായാലും തൽക്കാലം ഇവിടെ വന്ന് വെട്ടി ഷേപ്പാക്കി വൃത്തിയാക്കിടാം. എന്നിട്ട് നമുക്ക് നമ്മളെ ബ്ലോക്കൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് അടയ്ക്കണം. ഇവിടെ ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ അടച്ചു വെക്കാം. അതാകുമ്പോ ഒരു വൃത്തി കിടന്നു തുടങ്ങി. ഇങ്ങനെ നമുക്ക് മനസ്സിലാവും. അപ്പൊ വഴി കറക്റ്റ് മനസ്സിലാവും. നമ്മുടെ ബ്ലോക്കൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കൂടെ അടയ്ക്കാം. ഇത് അടച്ചിട്ടുണ്ട്. ഇതും ഒന്ന് അടയ്ക്കാം. പിന്നെ ഇതൊക്കെ ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇവിടൊക്കെ ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. തൽക്കാലം ഇങ്ങനെ കിടന്നോട്ടെ. പിന്നെ ഇവിടെ സ്ലൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊരു സ്ലൈം ഫാർമും പതിയെ ഉണ്ടാക്കാം. പിന്നെ എന്നെ കൊല്ലാമല്ലോ. നമുക്ക് സ്ലൈം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഏതോ ഒരു സ്ലൈം ചങ്ക് ആണ് തോന്നുന്നുണ്ട്. സ്ലൈം ചങ്കിലാണ് ഇപ്പൊ ഇത് കിടക്കണമെന്ന് തോന്നുന്നുണ്ട്. അതായിരിക്കും സ്ലൈമും കാര്യം വന്നത്. എന്തായാലും പതിയെ സ്ലൈം വരുമ്പോ നമുക്ക് എന്തായാലും ആ ഒരു സ്ലൈം ഫാം ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് മേളിലോട്ട് കയറാം. മേളില് വെള്ളം ബക്കറ്റ് വെച്ചിട്ട് ഇത് കുറച്ച് സീനാവും കേസ്. മേളില് വെള്ളം വെച്ചിട്ടുണ്ട്. പൊങ്ങാൻ പറ്റുന്നില്ല. മേളിലോട്ട് പോകണല്ലോ കേസ്. മേളിലോട്ട് പോകണല്ലോ. എന്തായാലും ആ ഒരു വെള്ളം എടുത്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു മേളിലോട്ട് എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ കുറെ നേരത്തിന് ശേഷം നമ്മങ്ങനെ മേളിലോട്ട് കയറി വന്നു. എന്നിട്ട് നമ്മള് മരമൊക്കെ വെട്ടി എന്താ പറയാ ഇതൊക്കെ ഉണ്ടാക്കിന്. അയൺ സോഡും കാര്യങ്ങളും ഉണ്ടാക്കിന്. അയൺ സോഡ്, അതേപോലെ നമ്മള് അയൺ ആക്സ്, അയൺ പിക്കാക്സ്, ഷവല്. ഇത് നമ്മൾ 4 നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തായാലും അടുത്ത വീഡിയോയില് ഡയമണ്ട് മൈനിങ്ങിനും കാര്യം പോകുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കാനുണ്ട്. പിന്നെ നമുക്ക് ബേസും കാര്യങ്ങളും നമ്മൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പോകണം. പിന്നെ നമ്മൾ പോർട്ടലും കാര്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ഒരു നെതറിൽ പോയിട്ട് വേറെ കുറച്ച് ദൂരെ പോകും. എന്നിട്ട് അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ സെറ്റ് ആക്കാനുണ്ട്. അതൊക്കെ നമ്മൾ പതുക്കെ സെറ്റ് ആക്കും. പിന്നെ ഇനി ഇപ്പൊ സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കാറായി. സ്കൂളും കാര്യം തുറന്നു കഴിഞ്ഞാല് അതിനിടക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസും കാര്യം വരാം. ഡിലേയും കാര്യം വരും. അപ്പൊ എല്ലാരും ക്ഷമിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.